കാര്യങ്ങളിലും വലതുപക്ഷം അല്ലെങ്കിൽ ഇടതുപക്ഷമൊക്കെ വൻ ഫ്ലോപ്പ് ആണെങ്കിലും ഈ ഒരു കാര്യത്തിൽ അവർ സമീപിച്ച നിലപാടെന്ന് പറയുന്നത് വളരെ നല്ലൊരു നിലപാട് തന്നെയാണ്. കേരളത്തിലെ അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെയുള്ള എല്ലാ ജനങ്ങളും അതിന് കടപ്പെട്ടിരിക്കുകയാണ്. പിന്നെ വേറൊരു കാര്യം, ഈ വേടനെതിരെ പരാതിയുമായിട്ട് വന്നിട്ടുള്ള 4-5 ഇരകളുണ്ടല്ലോ, ഇവരുടെ പരാതികളിൽ കഴമ്പില്ല എന്നുള്ളത് കോടതിക്കും പോലീസിനും മനസ്സിലായതുകൊണ്ട് തന്നെയും അവരുടെ അടുത്ത് മതിയായിട്ടുള്ള തെളിവുകൾ ഇല്ലാത്തതിൻ്റെയും പേരിൽ ആ തെളിവുകൾ ഹാജരാക്കിയതിന് ശേഷം മാത്രമേ അവരുടെ പേരിൽ വേടനെതിരെ ആക്ഷൻ എടുക്കാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ ആക്ഷൻ എടുത്തിരിക്കുന്നത് യുവ ഡോക്ടർ എന്ന് പറഞ്ഞുകൊണ്ട് പരാതിയുമായിട്ട് മുന്നിലേക്ക് വന്ന ആ യുവതിയുടെ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ കൃത്യമായിട്ടുള്ള തെളിവുകൾ പോലീസിന് കിട്ടി, പോലീസിൻ്റെ പക്കലുണ്ടെന്നുള്ളതിൻ്റെ പേരിലാണ് വേടനെ അറസ്റ്റ് ചെയ്തത്. എന്നാൽ പിന്നീട് അതിനുശേഷം വേടനെ ജാമ്യത്തിൽ വിട്ടയക്കുകയും ചെയ്തു. വേടനെ കസ്റ്റഡിയിൽ വെക്കുന്നതിനുള്ള ഒരു നിയമമില്ല, അല്ലെങ്കിൽ വേടനെ കസ്റ്റഡിയിൽ വെക്കാൻ പാടില്ല എന്നുള്ളത് ഹൈക്കോടതിയുടെ ഒരു നിർദ്ദേശമുള്ളതിനാൽ തന്നെ വേടനെ അറസ്റ്റ് ചെയ്ത് സ്റ്റേഷൻ ജാമ്യത്തിൽ പുറത്തു വിടുകയാണ് ചെയ്തത്. അപ്പോൾ ഇതിനെതിരെ വലിയൊരു വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾ, വേടൻ പരിപാടിക്ക് വന്ന് അഴിഞ്ഞാടി അല്ലെങ്കിൽ ആറാടിയിട്ട് പോയപ്പോൾ ഒന്നും മിണ്ടാനില്ലാതിരുന്ന ഈ സംഘിക്കുട്ടന്മാർ ഈ കമന്റ് ബോക്സ് വന്ന്